ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ലേ? യെസ്, ഇതൊരു ബർത്ത്ഡേ വ്ളോഗാട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ 40th ബർത്ത്ഡേ ആണ്. അപ്പോൾ 40th ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറയണം, കാരണം ഈ വീഡിയോ ഞാൻ ചെയ്തത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് കൊടുത്തതാണ് പുള്ളിക്കാരത്തേക്ക്. അപ്പോൾ എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോന്നു. പുള്ളിക്കാരത്തിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഞങ്ങളവിടെ പിടിച്ച് നിർത്തി. അങ്ങനെ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി വന്നു, ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് സർപ്രൈസൊക്കെ കൊടുത്ത് അവരുടെ മുഖത്തെ ഹാപ്പിനെസ്സൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമല്ലേ. അതൊക്കെ നല്ല നല്ല മൊമെൻറ്റ്സാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെയൊക്കെ ഓർത്ത് വെക്കാനൊക്കെയുള്ള. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി കാണുകയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തതെന്നുള്ളത്. ശരിക്കും അവൾ വണ്ടറടിച്ചു പോയി. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം 40th ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ടേണിംഗ് പോയിൻ്റ് ആണ് അല്ലേ. അങ്ങനെ എല്ലാവരും എൻ്റെ വ്ളോഗിന് മുടിയൊക്കെ സെറ്റാക്കി നല്ല അടിപൊളിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. വീഡിയോയിലൊക്കെ വരുമ്പോൾ എല്ലാവരും നന്നായിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് വീഡിയോയിലൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് കടന്നു കേട്ടോ. മെയിൻ നമുക്ക് ഭക്ഷണം തന്നെയാണല്ലോ, ഫുഡ് അടിയാണ് എപ്പോഴും മെയിൻ. അപ്പോൾ നല്ല ബിരിയാണിയും ചിക്കൻ കറിയും ബീഫ് കറിയും ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊരു മലബാർ ടൈപ്പാണ് നമ്മളെല്ലാം ഓർഡർ ചെയ്തത്. മലബാർകാർക്ക് പിന്നെ എല്ലാം മലബാർ ആ ഒരു സൈഡ് തന്നെ ആയിരിക്കുമല്ലോ കൂടുതലും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണി കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കിലും നമ്മൾ വിചാരിച്ചത്ര ഒരു ടേസ്റ്റ് അതിനുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആ ബിരിയാണിക്ക് അപ്പം നല്ല ടേസ്റ്റ്. പിന്നെ വിശക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് ടേസ്റ്റ് ആണല്ലോ. അപ്പം അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാം എടുത്ത് സെറ്റായി. പിന്നെ എല്ലാവരും കൂടെ എന്താ പറയുക, ഫുഡ് എടുത്ത് വെച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് ഞങ്ങളും എല്ലാം കഴിച്ചു. കാരണം അത് കഴിഞ്ഞൊരു 12 o'clock ആകുമ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വേഗം സെറ്റാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിരുന്നു. അപ്പോൾ ഫുഡ് നമ്മൾ ഈ പറയുന്ന പോലെ വിചാരിച്ചത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കുറവായിരുന്നു ഫുഡ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പം എന്നാലും കുഴപ്പമില്ല, ഫുഡല്ലേ, അത് നമ്മൾ എന്താ പറയുക നല്ല ബഹുമാനത്തോടെ കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുവാണ്. ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വഹിച്ചു. പിന്നെ അതിൻ്റെ ലൈറ്റൊക്കെ മെഴുതിരിയൊക്കെ കത്തിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പുള്ളിക്കാരത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അങ്ങനെ അടിപൊളിയായിട്ട് അത് കട്ട് ചെയ്തു.
കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് ഗിഫ്റ്റ് കൊടുക്കലാണല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളൊരു കോഫി മേക്കർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അതാട്ടോ വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പെർഫ്യൂമും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ സെറ്റ് 2 കാർഡ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ കാർഡ്. പിന്നെ ഞങ്ങളും ഒരു കാർഡ് 40th ബർത്ത്ഡേൻ്റെ ഒരു കാർഡ് കൊടുത്ത് അതിൽ ഞങ്ങളെല്ലാവരും എന്താ പറയുക വിഷൊക്കെ എഴുതിയിട്ടായിരുന്നു കൊടുത്തത്. അപ്പോൾ അത് എല്ലാവരും എഴുതിയത് ഇങ്ങനെ വായിച്ച് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതാണ് കണ്ടത്. ഞാനൊക്കെ ChatGPT ഒക്കെ വെച്ചിട്ടാട്ടോ പലതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ രസമായിരുന്നു കേട്ടോ അങ്ങനെ എഴുതി അതൊക്കെ വായിക്കുമ്പം ഒരു എന്താ പറയുക ഒരു അടിപൊളി ഫീലിംഗാണ് അതൊക്കെ. നമുക്ക് സ്നേഹമുള്ളവരോടല്ലേ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ വിഷസൊക്കെ എഴുതി കൊടുക്കുന്നത് അല്ലേ. അത് ഞാനാട്ടോ, എഴുതിയത് ഞാനാണ്. അപ്പോൾ എൻ്റെ ChatGPT പുള്ളിക്കാർക്ക് ഇഷ്ടമായും തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതിയത് പലരും കോമഡിയൊക്കെ ആയിട്ട് എഴുതിയത്. കോമഡിയല്ല, സ്നേഹത്തോടെ കുറച്ച് കാവ്യാത്മകമായൊക്കെയാണ് എഴുതിയത്. അപ്പോൾ എല്ലാം ChatGPT ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി അങ്ങനെ എല്ലാം വിഷ് ചെയ്തു. അങ്ങനെ സന്തോഷമായിട്ടിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് നമ്മൾ അതങ്ങനെ പൊളിച്ച് അങ്ങനെ റാപ്പൊക്കെ അഴിച്ച് ഇതുള്ളത് എനിക്ക് വീഡിയോ അത് ശരിക്കും റെക്കോർഡായില്ല. അതായിരുന്നു ആക്ച്വലി സംഭവിച്ചത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തിയുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ കൂടി വിഷ് ചെയ്യുന്ന പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു വിഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ്. പുള്ളിക്കാരത്തിൻ്റെ ചെറുപ്പകാലത്തെ വീഡിയോസൊക്കെ തപ്പിപ്പിടിച്ച് അതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നല്ല എഫേർട്ട് എടുത്ത് അവരൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പം അത് ശരിക്കും റഷ്ലിക്കൊക്കെ ശരിക്കും അതിന് ആ എഫേർട്ടിനൊക്കെ താങ്ക്സ് പറയണം ശരിക്കും അതൊക്കെ ചെയ്തതിന്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അല്ലേ, ഒരാളുടെ ബർത്ത്ഡേക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേക്ക് നമ്മളിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക, സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പം അത് കണ്ടിട്ട് അവർ സന്തോഷിക്കുന്നതും കൂടെ കാണുമ്പം നമുക്ക് ശരിക്കും എന്താ പറയുക അതൊരു ഫീലിംഗ് ആണ് അല്ലേ. അതൊരു എന്താ പറയുക നമുക്ക് നല്ല നല്ല മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.